ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം ഞാൻ കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. ആശീർവാദ് വനിതയുടെ പാചകറാണി മത്സരത്തിൽ സെമി ഫൈനലിൽ പോയിരിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എന്നിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ മോൻ്റെ കൂടെ അവരുടെ ഓഫീസിൽ നിന്ന് മൂന്നാറിലേക്ക് 1 ഡേ ടൂർ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാം അല്ലേ. അതിന് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് നല്ലപോലെ വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തുടം വെളുത്തുള്ളി തോല് കളഞ്ഞതും അതിൻ്റെ പകുതി ഇഞ്ചിയും ഒരു 5-6 പച്ചമുളകും എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കൂടുതലിടാം, അല്ലെങ്കിൽ കുറച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ചതച്ചെടുത്തതിൽ നിന്ന് 1 ടീസ്പൂൺ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് ചോറിന് ആവശ്യമുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ച ചിക്കനിലേക്ക് നമ്മൾ ഈ ചതച്ചതും ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമ്മൾ ചിക്കനിൽ ഇതെല്ലാം കൂടി തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അത് അപ്പോൾ സമയമില്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും മാറ്റി വെക്കണേ. പിന്നെ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും നല്ലപോലെ ആയി വന്നപ്പോൾ ഈ ഓയിലിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ തന്നെ വീർത്ത് ഒക്കെ വന്നിട്ടുണ്ട്. അതും നമ്മളുടെ ഓയിലിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. 3 സവാള നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിച്ചിട്ട് കൊടുത്താലേ വേഗം നമുക്കത് ആയി വരില്ല, അതുകൊണ്ടാണ് പകുതി ഇട്ട് കൊടുത്തത്. അപ്പോൾ അതായി വന്നപ്പോൾ അതും കോരി മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ള സവാളയും ഇതേപോലെ തന്നെ പൊരിച്ച് കോരുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതും നല്ലപോലെ തന്നെ ആയി വന്നപ്പോൾ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാള പൊരിച്ച് വെച്ചില്ലേ, അതിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് ചോറിന് ആവശ്യമുണ്ട് കേട്ടോ. ബാക്കിയുള്ള സവാളനെ ഞാൻ ഇതേപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്നിങ്ങനെ പൊടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഞാനത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സവാള ഇതേപോലെ കൊത്തി അരിഞ്ഞതും 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞതും 1 കപ്പ് മല്ലിയിലയും 1 കപ്പ് പുതിനയിലയും 2 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു തക്കോലം, 2 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഇല കറുകല ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ സജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല കേട്ടോ, നിങ്ങളതിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണിലും കൂടുതൽ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് കൂട്ടി ഇടുക കുറച്ചിടുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളുടെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച സവാളയും 1/4 കപ്പ് തൈരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും എൻ്റെ തൈരിൽ ഇത്തിരി പുളി ഉള്ളത് കൊണ്ടാണ് ഞാൻ 1/4 കപ്പ് ഒഴിച്ചത്. പുളി ഇല്ലാത്തതാണെങ്കിൽ ഒരു 1/2 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ സവാള പൊരിച്ചെടുത്ത ആ ഓയിലുണ്ടല്ലോ, അത് 3 ടീസ്പൂൺ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കൈ വെച്ചിട്ട് തിരുമ്പി നമ്മളുടെ ചിക്കനിൽ യോജിപ്പിക്കണം കേട്ടോ, ഇതെല്ലാം കൂടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 2 മിനിറ്റോളം ഇതേപോലെ തന്നെ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ കേട്ടോ. അതിന് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഞാനിതിൽ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല, ഇങ്ങനെ തന്നെ ഞാൻ അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഉണ്ട്. ഇത് സവാളയുടെയും തക്കാളിയുടെയൊക്കെ ചിക്കനിലൊക്കെ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തീ നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരി അടുപ്പത്തിടാം അല്ലേ. അപ്പോൾ ഞാനിവിടെ ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കഴുകി 10 മിനിറ്റ് വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.
പിന്നെ ഒരു വട്ടപ്പാത്രം അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സവാള പൊരിച്ച ആ ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ഏലക്കായ, 2 ചെറിയ കഷ്ണം പട്ട, ഒരു 3 തക്കോലത്തിൻ്റെ ചെറിയ കഷ്ണങ്ങൾ, പിന്നെ 2 ഗ്രാമ്പു, കുറച്ച് കുരുമുളകും കുറച്ച് പെരിഞ്ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചില്ലേ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ തന്നെ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴുകി വെള്ളത്തിൽ നിന്ന് വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ച അരി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതും നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം വേറെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വറുത്ത് വെക്കണത് കൊണ്ട് വെള്ളം കൂടുതലാകുമോ അങ്ങനെയൊന്നും പേടിക്കണ്ട കേട്ടോ. വെന്ത് വരുമ്പോൾ കറക്റ്റ് തന്നെ ആയിരിക്കും. ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ. അതൊന്ന് നമുക്ക് അടച്ച് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചോറ് നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമ്മളുടെ ചിക്കൻ ഉണ്ടല്ലോ അത് നല്ലപോലെയൊക്കെ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചോറിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ പാത്രത്തിലേക്ക് പകർത്തണമൊന്നുമില്ല കേട്ടോ. നമ്മളെ ചോറ് നല്ലപോലെ തന്നെ വെന്തൊക്കെ വന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇട്ട് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു 2-3 തുള്ളി പൈനാപ്പിൾ എസൻസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മെൽറ്റ് ചെയ്ത് വെച്ച 2 ടീസ്പൂൺ നെയ്യും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ വീണ്ടും ചോറിട്ട് കൊടുത്ത് പിന്നെ ആദ്യത്തെ പോലെ തന്നെ മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്ത്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 3 ടീസ്പൂൺ നമ്മൾ നെയ്യില്ലേ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് അടപ്പത്ത് ഒരു 10 മിനിറ്റ് ദമ്മിലിടുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടില്ലേ ഇതേപോലെ വെയിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരണുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈനാപ്പിൾ എസൻസിന് പകരം പൈനാപ്പിൾ അരിഞ്ഞിട്ട് ചെറുതാക്കിയിട്ട് അതിട്ട് കൊടുത്താലും മതി കേട്ടോ. കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇനി ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.